പ്രിയ സുഹൃത്തുക്കളെ, സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് മുൻപുള്ള വീഡിയോസുകൾ കാണാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ കുറച്ച് സ്പിരിച്വൽ കണ്ടൻറ്റാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സൈക്കോളജിയാണ് വീണ്ടും റീവിസിറ്റിംഗ് എന്ന് പറയുന്ന മാതിരി പഴയ ലക്കങ്ങൾ പുനരാവിഷ്കരിക്കുകയാണ്. കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടും നല്ല രീതിയിൽ ചുരുക്കി അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയുണ്ട്. എന്നാലും ചിലതൊക്കെ ദീർഘമുള്ളതാവും, എന്നാലും ആവറേജ് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ സഹകരിക്കുക. ഇന്ന് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനകത്ത് നമ്മളിലുണ്ടാവുന്ന മറ്റ് 4 ക്വാളിറ്റീസാണ്: എമോഷൻ, എക്സ്പീരിയൻസ്, ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ 4 ഘടകങ്ങളിലൂടെയാണ് ഒരു വ്യക്തി അയാളുടെ എല്ലാ കഴിവുകളും പുറത്തേക്ക് എടുത്ത് നമ്മളൊരു കൗമാര സമയത്ത് സംഭവിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ യൗവനത്തിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ കഴിവുകളും പരിപോഷിക്കപ്പെടുന്നത് ഈ ക്വാളിറ്റീസിലൂടെയാണ്. അപ്പം ഇതിനകത്തുള്ള അവസാനത്തെ ഘടകമാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഘടകം. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നാൽ ഒരു ഉൾവിളി എന്ന് വേണമെങ്കിൽ നമുക്കാണ് വ്യാഖ്യാനിക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചെറിയ ശാന്തമായ ഒരു തോന്നലാണ് നമ്മളിലേക്ക് അത് എത്തിച്ചേരുക. നമുക്ക് വിശദാംശങ്ങൾ അറിയാം. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. ഓരോ വ്യക്തികളിലുമുള്ള ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ പുതിയ എക്സ്പീരിയൻസ് നൽകുന്ന, അനുഭവങ്ങൾ നൽകുന്ന ആ ഒരു ഈഗോ സ്റ്റേറ്റിലെ ക്വാളിറ്റീസാണ് നമ്മൾ പറഞ്ഞത്, ഗുണങ്ങൾ. അതിൻ്റെ ആ ഭാഗത്ത് അവസാനത്തെയാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് അതിൽ അന്തർലീനമായിരിക്കുന്നൊരു കഴിവാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കുറഞ്ഞ കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. എങ്കിൽ പോലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഘടകം തന്നെയാണ്. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒരു സാധാരണ ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആവശ്യം എന്നൊക്കെ അറിഞ്ഞാൽ ബാഗോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരയുന്നതിനൊപ്പം തന്നെ കുട എടുക്കണ്ടേ, അല്ലെങ്കിൽ കുട എടുക്കണോ, അങ്ങനെയുള്ളൊരു തോന്നൽ ഉള്ളിൽ വരികയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക, നല്ല വെയിലുള്ള സമയമല്ലേ, എങ്ങനെ മഴ വരണേ, വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ 2-3 മണിക്കൂർ കഴിയുമ്പോൾ പതുക്കെ അറിയാം, കാലാവസ്ഥയൊക്കെ മാറി വന്ന് നമ്മളപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ജോലിയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ കയ്യിൽ 2-3 തുള്ളി വെള്ളം വീണ് മഴയുള്ളോ, അപ്പോഴായിരിക്കും നമ്മൾ ചെറിയ ഒരു ഇതോടെ ഓർക്കുന്നത്, ഇറങ്ങാൻ നേരത്ത് ഒരു കുട എടുക്കണമെന്ന് തോന്നിയതാണ്, പക്ഷെ എടുത്തില്ല. ഇത് ഇൻഡ്യൂഷനുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പം ഇതേമാതിരി തന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് സാധാരണ ഇതിൽ ഇപ്പം എൻ്റെ അനുഭവമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു 300 അല്ലെങ്കിൽ 500 രൂപയൊക്കെ ആയിരിക്കും എന്തെങ്കിലും ആവശ്യമൊക്കെ എടുക്കുക. നമ്മൾ 200 രൂപയുടെ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ 500 രൂപയോളം. അപ്പം അങ്ങനെ പൈസ എടുക്കുമ്പോഴും തോന്നുന്നുണ്ടാവുക, കുറച്ച് പൈസ കൂടുതൽ കയ്യിൽ വെച്ചേക്കാം. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു തെറ്റ്, ഇങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർ റൂൾ ചെയ്യും. ഓവർ റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അതിന് അത് വേണ്ട ഇത് വേണ്ട, എന്തിനാ അങ്ങനെ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിക്കില്ല. ഞാനിപ്പോൾ ഒരു 2000 രൂപ എൻ്റെ എടുത്ത് വയ്ക്കാം എന്നൊരു തോന്നലുണ്ടായത്, അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇതുപോലെ തന്നെ മാർക്കറ്റിലേക്കൊക്കെ പോവാണ്. അപ്പോഴാണ് അറിയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളെ സഹായിക്കാനുള്ളൊരു അവസരമോ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നൊരു സാധനം, നമ്മൾ ഉദ്ദേശിക്കാത്തൊരു സാധനം വാങ്ങിക്കാനുള്ള അവസരമോ മറ്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത്, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൗരവമായിട്ടൊരു കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോഴേക്കോ മനസ്സിലാദ്യം തെളിഞ്ഞു വരുന്ന ആശയമാണ് ഈ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഈ ഒരു ക്വാളിറ്റി ഉണ്ടെന്നും ഇത് ഈ സന്ദർഭത്തിലാണ് ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിയണം. അതുമാത്രമല്ല, നമ്മളിപ്പോൾ വളരെ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിന് ഒരു 70% ഉറപ്പുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം മാത്രം പറയുന്നതാണ്. നമ്മൾ അത്രയ്ക്ക് ഉറപ്പിലാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. നമ്മുടെ ആലോചനയുടെ ശക്തി, നമ്മളതിൻ്റെ വരുംവരായികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അതാണ് ശരി എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പവർ 60-70 ആണെന്നിരിക്കുക.
ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നതിന് അതിൻ്റെയൊക്കെ പകുതി പോരേ ഉണ്ടാവുള്ളൂ. അതായത് 30-35% മാത്രം അത്രയ്ക്ക് ലളിതമായ ഒരു ആശയമായിട്ടായിരിക്കും അത് നമ്മുടെ ഉള്ളിലേക്ക് വരിക. അത് ശ്രദ്ധിക്കുക. അത് ഒരിക്കലും ഒരു ശക്തമായ തോന്നലായിരിക്കില്ല, ചെറിയ ഒരു തോന്നൽ. പക്ഷെ അത് തോന്നൽ തന്നെയായിരിക്കും, നമ്മളുടെ ശ്രദ്ധേനെ അത് ആകർഷിക്കും, ശ്രദ്ധയിൽ വരും. അത് വളരെ കുറച്ച് സമയം നിൽക്കുകയുള്ളൂ, അപ്പം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാവും, നിലനിൽക്കില്ല. ആ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞൊരു തോന്നലാണ്. ആ തോന്നൽ വന്ന് നമ്മളെന്ന് അറിയിക്കുന്നു, അതങ്ങനെ ഇല്ലാണ്ടാവും, നിലനിൽക്കില്ല അത്. അപ്പം അങ്ങനെ ഒരു തോന്നലുകൾ ഇനി നിങ്ങൾ പിന്തുടരണം. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുണ്ടാവും. ആദ്യമായിരിക്കും ഈ തോന്നൽ വരിക. നമ്മളൊരു ആവശ്യം, ഒരു പ്രശ്നത്തിലേക്ക് പെട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആദ്യം വരുന്നത്. ആദ്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആലോചിച്ച് തുടങ്ങുകയാണ്, അത് വേണോ ഇത് വേണോ അങ്ങനെയൊക്കെ. അങ്ങനെ ആലോചിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഉടനെ രംഗത്ത് വരും. പക്ഷേ നമ്മളതിനെ ഓവർറൂൾ ചെയ്യും. ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്കൊരു 10 ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 150 സന്ദർഭങ്ങളെങ്കിലും എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്. അതായത് ആ സമയത്ത് ഓർമ്മയിൽ വന്നു, ഞാനത് ചെയ്തില്ല, അവസാനം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതായിരുന്നു ശരിയെന്ന്. അതായത് നമുക്ക് വേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നല്ല വിധത്തിൽ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നമ്മളുടെ തന്നെ ഉള്ളിലുള്ളൊരു ശക്തിയാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾക്കുള്ള വിശ്വാസം, അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റിവെക്കും. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിപ്പോൾ വേണോ, അങ്ങനെ ഒരു സംശയത്തിലായിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ വളരെ ഗൗരവത്തിൽ അത് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്, നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ തള്ളിക്കളയും. പിന്നെ അത്ര ഗൗരവത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു അര ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാര്യം ഇപ്പം നടക്കില്ല. വാസ്തവം പറഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ്. പക്ഷെ അതിനെ പിന്തുടരാനുള്ള ശേഷി നമുക്കില്ല എന്ന് മാത്രം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പഴയ ആളുകളൊക്കെ ഇങ്ങനെയുള്ള ഈ ഉൾവിളികളിനെ അവർ വളരെ ചെക്കോർക്കും, എന്നിട്ട് അവരതിനെ ഗൗരവത്തോടെ തന്നെ കാണുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും വയസ്സായ ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് പരിചയത്തിലുള്ളതും ഇങ്ങനെ ഒരു നമുക്ക് സംസാരിക്കാനുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവോ, അപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്, എന്നിട്ട് അത് ശരിയായിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുക, നമുക്ക് ഉത്തരം കിട്ടും. ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഈ ജീവൻ രക്ഷിക്കുന്ന ആ ഗുണം നമുക്ക് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും അത് ഉണ്ട്. പ്രകൃതിയിലുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, ഈ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂചലനങ്ങൾ അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നത് കാണാം. ഉറുമ്പുകളൊക്കെ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ വേഗം കൂടൊക്കെ മാറ്റുന്നത് കാണാൻ പറ്റും. അങ്ങനെ എല്ലാ ജീവികൾക്കും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു ഉൾപ്രേരണ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും. അപ്പോൾ പ്രകൃതിയുടെ തരംഗങ്ങൾ പോകുന്നത് ഇവരുടെ കാലിൽ കൂടെ ഇവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ കൂടുതൽ ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുമ്പോൾ നമുക്ക് ആ പ്രകൃതിയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുക. ഇപ്പം പഴയ ആളുകളെ സംബന്ധിച്ച് അവർ ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും കുറേ വയസ്സായ ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചെരുപ്പില്ലാതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ചെരുപ്പില്ലാതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ ഇൻറ്റ്യൂട്ടീവ് പവർ കൂടുതലുണ്ടാവും എന്നുള്ളതാണ്. ഒരു ആനയൊക്കെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് ആനകളുണ്ടോ എന്ന് അവരിങ്ങനെ ഈ പാദം ഇങ്ങനെ അടിച്ചടിച്ച് മണ്ണിൽ ഇങ്ങനെ പാദം ടപ്പ് ടപ്പെന്ന് അടിച്ചിട്ട് അവർ വാച്ച് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ സവിശേഷമായ ഒരു കഴിവ്, നമ്മൾ അതിനെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നു മാത്രം. അതായത് അപകടങ്ങളിൽ പോയി പെടാതെ അല്ലെങ്കിൽ ഒരു അപകടം വരുന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി അറിയാനുള്ള കഴിവുകൾ നമ്മളിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും ഉണ്ടെന്നറിയാം. കാക്കകളൊക്കെ വളരെ മുമ്പേ തന്നെ അവരുടെ കൂടൊക്കെ ഉപേക്ഷിച്ചിട്ട് പറക്കുന്നതാണ്. ഒട്ടുമിക്ക പക്ഷികൾ അതെ വേറെ ഭാഗങ്ങളിലേക്ക് അവർ പറന്നു പോകുന്നത് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനോ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ്, നമ്മളെക്കാൾ കുറച്ച് മുമ്പ് അവരറിയും. നമ്മളാണ് കുറേ കൂടി, കാരണം നമ്മളുടേതായ ബുദ്ധിയിലും ബാഹ്യമായ ചിന്തകളിലും മുഴുകി കൂടുതൽ സമയം കഴിയുന്നത് മനുഷ്യജീവികളാണ്. അവരെ സംബന്ധിച്ച് നൈസർഗികമായ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നില്ല. എന്നാലും അത് എന്തെങ്കിലും ഒരു ആശയവിനിമയങ്ങൾ അവരിലും സംഭവിക്കുന്നുണ്ടെന്ന് പല ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്,
നമ്മളുടെ തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ തീരുമാനങ്ങളിൽ നേരെ തകിടം മറിക്കുന്ന ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും. അതായത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന വിധത്തിൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കും. ആ തീരുമാനങ്ങളുടെ ഫലം എപ്പോഴും മോശമായിരിക്കുകയും കൂടി ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവിൽ വന്നാൽ നമ്മുടെ ഈ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതും ഇതും നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. അതിനെ നമ്മൾ സ്ക്രിപ്റ്റിനകത്തുള്ള ഡെമൺ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു സംഭവത്തെ കാണിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായി ഒരു കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏത് തീരുമാനിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ പതുക്കെ നല്ലതല്ല എന്ന് നമുക്ക് തോന്നലൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അതിലേക്ക് എടുത്ത് ചാടും എന്നുള്ളതാണ്. ആ ഒരു തീരുമാനങ്ങൾ എടുക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ദോഷം വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ മോശം സ്ക്രിപ്റ്റ്, ലൂസർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, അത് ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വഭാവങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ആ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ ഡെമൺ ഓർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാണ് അറിയുന്നത്. അത് ഈ ഇൻഡ്യൂഷൻ്റെ ഭാഗമായിട്ട് വരില്ല എന്ന് തിരിച്ചറിയണം. അത് വേറെ, ഇത് വേറെ. ഇതെന്ന് പറയുന്നത്, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് സഹായം നൽകുന്ന ഏറ്റവും ഒരു കുഞ്ഞു മാലാഖയാണ്. പക്ഷെ കുഞ്ഞു മാലാഖ ആയതുകൊണ്ട് നമ്മളതിന് വലിയ ഗൗരവം കൊടുക്കില്ല. നമ്മളതിന് നിഷ്കരണം മാറ്റി നിർത്തും. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ഈ കാര്യം മനസ്സിലാവുന്നവർ അങ്ങനെയുള്ള ആ ഉൾവിളികളെ സാദരം നമ്മളൊന്ന് പരീക്ഷിക്കുക. അതിനെ വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഗുണമായിരിക്കും. ഇപ്പം നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് പതുക്കെ നീങ്ങിയാണ് പോകും. അപ്പോൾ പിന്നെ കാണുന്നത് ഒരു വിറക് കൊള്ളി നേരെ താഴത്തേക്ക് വന്ന്, അതായത് നമ്മൾ മുമ്പ് നിന്നിരുന്ന ഭാഗത്ത് ഒരു വിറക് വന്ന് വീഴാൻ റെഡിയായിരുന്നു. പക്ഷെ അതിന് വെറും 1 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ നമ്മൾ പതുക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നൊരു തോന്നലാണ്, ഒന്ന് നീങ്ങി നേക്കാം എന്ന് തോന്നലുണ്ടാവുന്നതാണ്, എന്തോ കാരണങ്ങളെ കൊണ്ട്. അങ്ങനെ വളരെ അപകടങ്ങളിൽ നിന്നും പലരെയും രക്ഷിക്കുന്നത് ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഈ ക്വാളിറ്റിയാണ്. ഇത് എല്ലാവരിലും ഉണ്ട്. നമ്മളൊന്ന് ഇങ്ങനെ ചകഞ്ഞ് നോക്കിയാൽ മാത്രം മതി. അപ്പം നമ്മളുടെ ആ ചൈൽഡ് ലെവലുള്ള ക്വാളിറ്റീസ് ഇതോടെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനേക്കാൾ വളരെ ഗൗരവമുള്ള വ്യക്തികളെ മാറ്റി നിർത്തുന്ന ആശയങ്ങളുടെ ലോകമുണ്ട്. ആ ആശയങ്ങളുടെ ലോകത്തിലേക്ക് നമുക്കത് കിടക്കാം. ഇത് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ഉന്നയിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീടുള്ള ഭാഗങ്ങളിൽ അതിന് വേണ്ട മറുപടി നൽകാൻ പറ്റും. സ്വാഭാവികമായ കുറച്ച് ഡിലേസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും, അതിനകത്തുള്ള ഇടയ്ക്കുള്ള വീഡിയോസ് ഇങ്ങനെ പഴയ ലക്കങ്ങളിലേക്ക് പോകാനുള്ള അതിനകത്ത് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്. അതായത് അതിൻ്റെ ഹെഡിങ് താഴെ അത് നമ്മൾ ഇതിൻ്റെ തന്നെ ബന്ധപ്പെട്ട പഴയ വീഡിയോസിലേക്ക് ലിങ്ക് കൊടുക്കാം. മനഃശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഇതിന് മുമ്പുള്ള വീഡിയോകൾ കാണുക. അത് ഇതിനെ വേറൊരു അന്നത്തെ നമ്മളുടെ അറിവും അന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, ചേഞ്ച് ഉണ്ടാവും. അന്നത്തെക്കാളും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനൊക്കെ ഉള്ള ക്വാളിറ്റിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് പഴയ നമ്മളുടെ ആ അവസ്ഥയെ തിരിച്ചറിയാൻ പറ്റും. പഴയ ആ അവസ്ഥകളുള്ളതും കൂടി കാണുക, അതും വാല്യുബിളാണ്. നമ്മൾ അതിനകത്ത് ആശയങ്ങൾ ഇവിടെ വീണ്ടും പറഞ്ഞു കഴിയുമ്പോൾ സമയം കുറേ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ പറയുന്ന ഭാഗങ്ങൾ കൂടി കാണണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വി ക്യാൻ മീറ്റ് അഗൈൻ.